കണ്ണൂർ NS ടാക്കീസിന് സമീപം ഡ്രൈനേജ് റോഡ് ചേർന്നുള്ള വാട്ടർ അതോറിറ്റി പൈപ്പിൽ ഉണ്ടായ ലീക്കിൽ ആശങ്ക വേണ്ടെന്ന് അധികൃതർ. ഈ പൈപ്പിലൂടെ കുടിവെള്ള വിതരണമില്ലെന്ന് വാട്ടർ അതോറിറ്റി വർഷങ്ങൾക്ക് മുൻപേ ഒഴിവാക്കിയ പൈപ്പിലാണ് ലീക്ക് കണ്ടെത്തിയതെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പ്രതീഷ് മോൻ കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. കണ്ണൂർ NS ടാക്കീസിന് സമീപം ഡ്രൈനേജ് പ്രവൃത്തിക്കിടെയാണ് ഈ ഞെട്ടിക്കുന്ന കാഴ്ച പുറം ലോകം കണ്ടത്. വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പിൽ ലീക്ക്. അതിന് തൊട്ടു താഴെ മലിനജലവും ഒഴുകുന്നു. വലിയ ആശങ്കയാണ് ഇത് ഉണ്ടാക്കിയത്. എന്നാൽ ഈ 400 mm പൈപ്പ് കുടിവെള്ള വിതരണത്തിന് വാട്ടർ അതോറിറ്റി ഉപയോഗിക്കുന്നില്ലെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പ്രതീഷ് മോൻ കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. ഇത് നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ മേലെ ചൊവ്വയിൽ നിന്ന് നമ്മുടെ മുനീശ്വരം കോവിലിന്റെ അവിടം വരെ പോകുന്ന ഒരു 400 mm കാസ്റ്റ് അയൺ പൈപ്പാണ്. അത് നമ്മൾ അബാൻഡൻ ചെയ്തതാണ്, എത്രയോ വർഷം മുന്നേ ഒഴിവാക്കിയതാണ്. അതിലൂടെ നമ്മൾക്കിപ്പോൾ കണ്ണൂർ ടൗണിലോട്ടൊന്നും സപ്ലൈ ഇല്ല. ഇപ്പം ആ കാസ്റ്റ് അയൺ പൈപ്പിൽ കൂടെ നമുക്കിപ്പോൾ വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഒരു 300 mm D8 ഡക്ടൈൽ അയൺ പൈപ്പ്, 250 അതായത് 250 ഡക്ടൈൽ അയൺ പൈപ്പ്, പിന്നെ ഒരു 75 PVC പൈപ്പ് അതിൽ പോകുന്നുണ്ട്. ഈ 3 കൂടിയാണ് സപ്ലൈ ഉള്ളത്. അതിനകത്ത് ലീക്കും കാര്യങ്ങളൊന്നുമില്ല. കുടിവെള്ള പൈപ്പ് ലൈൻ ലീക്കായി അതിലൂടെ മലിനജലം കലരുന്നതായി വലിയ ആക്ഷേപമാണ് ഉയർന്നത്. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ സ്ഥലം സന്ദർശിക്കുകയും ഇതിൽ അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നിലവിൽ പൈപ്പിന്റെ ലീക്ക് അടച്ചിട്ടുണ്ട്. എന്നിട്ടും ചെറിയ രീതിയിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിച്ച പൈപ്പാണിതെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.